സംഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണല്ലോ. എന്നാൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടെ ഏതു വാർത്തയും വ്യാജമായി പടച്ചുവിടുന്ന ഒരു കൂട്ടം ജേർണലിസ്റ്റുകളുടെ സാന്നിധ്യം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ വിശേഷവിധിയായി സാധാരണക്കാരായ ശ്രോതാക്കളുടെ മനസ്സിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് യദു നാരായണൻ എന്ന പേരോടുകൂടിയ ഒരു വാർത്താവതാരകൻ ദി ജേർണലിസ്റ്റ് എന്ന ഹെഡിങ്ങിൽ ഇസ്രയേലിലെയും ഇറാനിലെയും മറ്റു വാർത്തകൾ വ്യാജമായി സ്വന്തം താല്പര്യത്തിനനുസൃതമായി കാര്യസാധ്യത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി പടച്ചുവിടുന്നുണ്ട്, തൊടുത്തുവിടുന്നുണ്ട്. അതുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ്. ഏതാനും വരികൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഇസ്രയേലിന് വൻ നാശനഷ്ടങ്ങൾ. ഹൂത്തികൾ ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു. ബെൻഗൂറിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇസ്രയേൽ ഭയന്ന് പിന്തിരിഞ്ഞോടി. അദ്ദേഹത്തിന്റെ വാർത്തകൾ ആണത്. അദ്ദേഹം ഈ വാർത്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുക എന്നതാണ്. അതുവഴി അവരുടെ പണം കൈക്കലാക്കുക. പക്ഷേ സത്യം അതല്ലല്ലോ. ഇതുപോലെ ഒട്ടേറെ വാർത്തകൾ മുസ്ലിം പ്രീണനം നടത്തുന്നവരായിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ നടത്തുന്ന വാർത്തകളുണ്ട്. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്താ ചാനലാണ് എക്സ്പ്രസ്, പിന്നെ മീഡിയ വൺ. അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായിട്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന പേരിൽ നിഷ്പക്ഷ നിലപാട് എന്നൊരു വാർത്താ ചാനൽ നടത്തുന്നുണ്ട്. ആ പേര് തന്നെ അനുചിതമാണ്. അദ്ദേഹം പറയുന്ന വാർത്തകളെല്ലാം പക്ഷപാതപരമാണ്. പക്ഷെ പേരോ നിഷ്പക്ഷം നിലപാട് എന്നാണ്. ഇതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ അഭിപ്രായത്തിൽ അടുപ്പുകൂട്ടി ചാനൽ ചർച്ച എന്ന പേരിൽ മീഡിയ വൺ അവതരിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാൽ മനുഷ്യന്റെ മനസ്സ് മുരടിച്ചു പോകും. കഴിഞ്ഞ ഇടയ്ക്ക് അവർ തൊടുത്തുവിട്ട വാർത്തകൾ മലയാളക്കരയിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. ഇസ്രയേൽ പരാജയപ്പെട്ടു, ഹമാസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഈ വാർത്ത പറയുന്നത്? 57,000 ആളുകൾ കൊല്ലപ്പെടുകയും 1.25 ലക്ഷത്തോളവും കേന്ദ്രങ്ങൾ വാസസ്ഥലങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും മിക്കവാറും എല്ലാവരും തന്നെ ആഹാരമില്ലാതെ വലയുകയും ചെയ്യുന്ന ഗാസയുടെ പശ്ചാത്തലത്തിൽ ഉള്ള വാർത്തയാണ്. ഗാസ ഇപ്പോൾ മുന്നേറുകയാണ്, ഹമാസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ അവര് തൊടുത്തുവിട്ട വാർത്തകൾ രസാവഹമാണ്. ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ഹൂത്തികൾ വമ്പൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ അവസ്ഥ എത്ര ദയനീയമാണ്. ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 3 ലക്ഷത്തോളം ഹൂത്തികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ തന്നെ അവരുടെ സ്ഥിതി വളരെ ശോച്യമാണ്. എന്നിട്ടും ഈ തീവ്രവാദി പക്ഷം ചേർന്നുകൊണ്ട് ദി ജേർണലിസ്റ്റിന്റെ മേൽവിലാസത്തിൽ യദു നാരായണൻ എത്ര വ്യാജ വാർത്തകൾ തൊടുത്തുവിടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അതിൽ കുറിച്ചിരിക്കുന്ന പ്രത്യേക ഒരു പദമുണ്ട്, നോൺ പാർട്ടിസാൻ. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കക്ഷി പക്ഷപാതരഹിതം അഥവാ നിഷ്പക്ഷം എന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത്. വാർത്തകൾ മുഴുവനും പക്ഷപാതപരമാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെയോ ഒരു സമൂഹത്തെയോ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇസ്രയേലിലെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും സമൂഹത്തിന് ചേർന്നതല്ലെങ്കിൽ
അവരുടെ ചെയ്തികളെ വിമർശിക്കുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഞങ്ങൾ ഇസ്രയേലിലല്ല, മുസ്ലിങ്ങളുമല്ല. നിഷ്പക്ഷമായിട്ട് വാർത്തകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ബാധ്യത ചാനലുകാർക്കുണ്ട്. അത് അവർ കാണിക്കുന്നില്ല. അതൊരു അക്ഷന്തവ്യമായ അപരാധമാണെന്ന് പറയുവാൻ ഞങ്ങൾ ഒരു കാലത്തും മടിക്കുന്നില്ല. നമുക്ക് ഏവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും അധികം വിധ്വംസകമായ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ഹൂത്തികളെ അവർ വളർത്തി, ഹമാസിനെ പോറ്റി പുലർത്തി, ലെബനോനിലെ തീവ്രവാദികളെ, അതോടൊപ്പം തന്നെ സിറിയയിലെ ഇറാഖിലെ തീവ്രവാദികളൊക്കെ അവർ പാലൂട്ടി വളർത്തി. അതിന്റെ ഫലം അവർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ഇപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നൊരു ബൈബിൾ വാക്യമുണ്ട്. നമ്മൾ ദുഷ്ടത വിതച്ചാൽ ദുഷ്ടത കൊയ്യും. മറ്റുള്ളവരെ ഹിംസിക്കുവാൻ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് സ്വീകാര്യമല്ലാതായിരിക്കേണ്ടതാണ്. പക്ഷെ അതല്ലല്ലോ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന എല്ലാത്തരം അസമത്വങ്ങളെയും അല്ലെങ്കിൽ മതപരമായ വ്യത്യസ്ത നിലപാടുകളെയും മാറ്റി എല്ലാവർക്കും സമത്വമായ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നാം ഇന്ത്യയിൽ താമസിക്കുന്നവരാണല്ലോ. ജനാധിപത്യപരമായ സമത്വ സുന്ദരമായ ഒരു ഭരണ സംവിധാനം നമുക്കുണ്ടാകേണ്ടതാണ്. കാരണം ഡോക്ടർ അംബേദ്കർ നമുക്ക് നൽകിയിരിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്തത് ആ മഹത്തായ യാഥാർത്ഥ്യങ്ങളാണ്. അതിനനുസൃതമായിട്ട് വാർത്തകൾ ഉണ്ടാക്കുവാൻ, വായിക്കുവാൻ എല്ലാ പത്രപ്രവർത്തകരും ശ്രമിക്കേണ്ടതാണ്. കാശിനു വേണ്ടി ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് വാർത്തകൾ പടച്ചുവിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണയും വിഷവും ഉളവാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്, ഭാവിയിലുള്ള നമ്മുടെ മുന്നേറ്റത്തിന് ചേർന്നതല്ല. യദു നാരായണൻ എന്ന വ്യാജ വാർത്താ അവതാരകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാർത്തകൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനങ്ങളെ അനാവരണം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ വൈദഗ്ധ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക വിഷയത്തിൽ അദ്ദേഹം പുലർത്തുന്ന ഈ അടവ് നയം, അല്ലെ അവരെ പ്രീണിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഉദ്യമം, അത് കേരള സമൂഹത്തിന് ചേർന്നതല്ല. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അത് ഭിന്നതയുണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാകും. അതിനാൽ വാർത്തകൾ ഇഷ്ടം പോലെ തങ്ങൾക്ക് താല്പര്യപ്രകാരം ഉളവാക്കാതെ സത്യസന്ധമായ വാർത്തകൾ അവതരിപ്പിക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ധ്വംസിക്കപ്പെടും എന്ന ഒരു മുന്നറിയിപ്പോടുകൂടെ ഇപ്പോഴത്തെ വിഷയാവതരണം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദ്യമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതിനെ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.